ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം. അപ്പം ഞാൻ ഇന്ന് പറയാൻ വന്നത് മറ്റൊരു സ്കൂൾ അനുഭവമാണ്. ഇത് എത്ര പേർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. പക്ഷേ എനിക്ക് വന്ന ഈ അനുഭവം, പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുകയാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് അതൊരു യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും. അതുകൊണ്ടാണ് ഇതിവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനപ്പോൾ ന്യൂ ആയിട്ടാണ് ആ സ്കൂളിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ ഒരു ഡേ ഈവനിങ് ഞാൻ വീട്ടിൽ പോയി ജോലികളൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഈ സ്കൂളിൻ്റെ മാനേജിങ് ഡയറക്ടറാണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. ആദ്യം കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു, നമ്മുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെ. അതായത് ഷേക്സ്പിയർ ജനിച്ച വർഷം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. നമ്മളടുത്ത് ഒരു മുന്നറിയിപ്പുമില്ലാത്ത ഒരു കോളായിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞു, നമ്മൾ ജോലിയിൽ കയറി 1-2 മാസം പിന്നിട്ടപ്പോഴാണ് ഈ കാര്യം സംഭവിച്ചത്. അപ്പോൾ അദ്ദേഹം വീണ്ടും ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് പറ്റുന്നത് പോലുള്ള ആൻസേഴ്സൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലൂടെ പെട്ടെന്നൊരു കാര്യം ഓടിയത്, എന്തുകൊണ്ടായിരിക്കും എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഒരിക്കൽ ഇൻ്റർവ്യൂ കഴിഞ്ഞു, നമ്മൾ റിട്ടേൺ എക്സാം കഴിഞ്ഞു, പിന്നീട് നമ്മളൊരു ജോബിൽ കയറി കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള ഇൻ്റർഫിയറൻസ് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. പിന്നെ കുറേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പല എക്സ്പീരിയൻസും നമുക്കുണ്ടല്ലോ. അപ്പോൾ അതിലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് കരുതി ഞാൻ കുറേയൊക്കെ ഇങ്ങനെ ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീടായപ്പോൾ അദ്ദേഹം മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങി. അതായത് പാസ്റ്റ് ടെൻസ്, അതായത് നമ്മൾ വർത്തമാനകാലം, പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് ഉണ്ടല്ലോ ഓരോ വാക്കുകൾക്ക്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചോദിക്കുകയാണ്. കുറേ പാസ്റ്റ് ടെൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ചോദിക്കുന്നു, ഹാസിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താ, ഹാഡിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താ, വാസിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താ, അങ്ങനെയൊക്കെയുള്ള കുറേ വാക്കുകൾ ഇദ്ദേഹം, ഇങ്ങനെയുള്ള വാക്കുകൾ. അപ്പം ഞാൻ പറഞ്ഞു, അത് ഓക്സിലറി വേർബ്സിൽ വരുന്നതാണ്, ഹെൽപ്പിംഗ് വേർബ്സ് ആണ് നമ്മൾ സെൻറ്റൻസ് ജോയിൻ ചെയ്യാൻ എന്നുള്ളത്. അതൊക്കെ കഴിഞ്ഞാണ് എൻ്റെ മനസ്സിലോടിയത്, എന്തുകൊണ്ടായിരിക്കും ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നുള്ളത്. പെട്ടെന്ന് എനിക്കത് പിടികിട്ടിയില്ലല്ലോ. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഹെൽപ്പിംഗ് വേർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്കൊരു വാക്യത്തിനെ 2 വേർഡ്സുകൾ ഇടയ്ക്ക് വരുന്ന ആ ഒരു സെൻറ്റൻസ് പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു വേർബാണ് ഈ ഹെൽപ്പിംഗ് വേർബ്സ് വിഭാഗത്തിൽ വരുന്നത്, അഥവാ ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്ന ഈ വിഭാഗം. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ കുഡ്, ഷുഡ്, അങ്ങനെയൊക്കെയുള്ള കുറേ ഉണ്ടല്ലോ അത്തരത്തിലുള്ള ഓക്സിലറി വേർബ്സ് വിഭാഗത്തിൽ വരുന്നത്. കുഡ്, ഷുഡ്, അങ്ങനെയുള്ള വാക്കുകൾ, അത് എല്ലാം ചേർത്താണ് ഓക്സിലറി വേർബ്സ്. അതൊരു തനി ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു, ഇതൊരു ഹെൽപ്പിംഗ് വേർബാണ്, നമുക്ക് സെൻറ്റൻസ് മേക്കിങ്ങിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വരുന്ന വാക്കുകളാണിതെന്ന് പറഞ്ഞു. അല്ലല്ല, അതിനും ഒരു പാസ്റ്റ് ടെൻസ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം ഇതിനെക്കുറിച്ച് തന്നെ അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഇദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ എൻ്റെ മകൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്, അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. അദ്ദേഹം സെയിം ഇത്തരത്തിലുള്ള പാറ്റേൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദേ ഹാവ് എവറി റൈറ്റ്സ് ടു ആസ്ക് എ ടീച്ചർ സം ക്വസ്റ്റ്യൻസ്, ബട്ട് അത് നമ്മുടെ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത്, അതുപോലെ നമ്മുടെ ജോലിക്ക് നമ്മളെ നിയമിക്കുന്നതിന് മുന്നേ ആയിരിക്കും. അതിനുശേഷം ഇങ്ങനെ വിളിച്ചിട്ട് ചോദിക്കുന്നത് എൻ്റെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നീട് എനിക്ക് മനസ്സിലായി, ഇത് ഒരു തരം എന്താണ് പറയുന്നത്, അതിനെനിക്ക് പറയാൻ വാക്കുകളില്ല. എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ മാനസിക അവസ്ഥ, പേരോ സ്കൂളോ ഒന്നും ഞാനിവിടെ പറയുന്നില്ല. ഞാൻ ആ വ്യക്തിയോട് ക്ഷമിച്ചു കഴിഞ്ഞു. എന്നോട് അങ്ങനെ ചോദിച്ച ആ ഒരു സാറിനോട് ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞിരിക്കുന്നു. എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ എന്നെ മാനസികമായിട്ട് അത് വല്ലാതെ, പിന്നീട് ആ സ്കൂളിൽ ഏകദേശം 1 ഇയറോളം ഞാൻ കണ്ടിന്യൂ ചെയ്തു. എനിക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു, ഇതൊക്കെ ഒരു ചലഞ്ചാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മളൊരു ചലഞ്ച് ഫേസ് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് നമ്മളൊരു അധ്യാപിക എന്ന് പറഞ്ഞ് നടക്കുന്നതല്ലേ? അപ്പോൾ നമ്മളൊരു സ്ത്രീ കൂടിയാണ്, ഒരു അമ്മ കൂടിയാണ് അല്ലേ? അങ്ങനെയുള്ള ഒരു സ്ത്രീയോട് യാതൊരു എന്താണ് പറയുന്നത്, അതിനെ എനിക്കറിയില്ല. അതൊരു ക്യൂരിയോസിറ്റി കൊണ്ടാണോ അദ്ദേഹം ചോദിച്ചത്, അതോ എന്തെങ്കിലും ആങ്സൈറ്റി കൊണ്ടാണോ, അതല്ലെങ്കിൽ ഈ ടീച്ചറിന് എത്രത്തോളം അറിവുണ്ടെന്ന് പരീക്ഷിക്കാനാണോ? ഞാൻ എപ്പോഴും നിങ്ങളോടൊരു കാര്യം
എപ്പോൾ എൻ്റെ വ്ളോഗ്സിൽ ഞാൻ പറഞ്ഞാലും എൻ്റെ പരിമിതമായ അറിവ് എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം ഒരു സബ്ജക്റ്റിലും നമുക്ക് പൂർണ്ണമായ പാണ്ഡിത്യം നേടാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് ഓരോ ദിവസവും നമുക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ഓരോ ദിവസവും നമ്മൾ പുതിയതായി എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നു. അതാണ് വേണ്ടത്. ഒരു കൊച്ചു കുട്ടിക്ക് പോലും ചിലപ്പോൾ നമ്മളോട് പല കാര്യങ്ങൾ പറയാനുണ്ടാവും. എന്തിനാണ് പറയുന്നത്? ഒരു കല്ലിന് പോലും അതിൻ്റെ കഥ പറയാനുണ്ടാവും, അല്ലേ? ആ കല്ല് എങ്ങനെയാണ് ഇവിടെ എത്തിയത്, അല്ലെങ്കിൽ ആ കല്ലിൻ്റെ ഒരു സ്റ്റോറി പറയാൻ അതിന് സാധിക്കുമെങ്കിൽ അതും ഒരു കഥ പറയും എന്ന് പണ്ട് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി ക്ക് അയച്ച കത്തിൽ പറയുന്നു. കല്ലിനുമുണ്ട് കഥ പറയാൻ എന്നൊരു പാഠം തന്നെയുണ്ട്, ഒരു ലെസൺ തന്നെയുണ്ട്. അപ്പോൾ പിന്നെയാണോ മനുഷ്യർക്ക് നമുക്ക് മറുപടി ഇല്ലാതിരിക്കുന്നത്? അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ മറുപടിയൊക്കെ പറഞ്ഞു. ആ ഫോൺ കോൾ അവിടെ അങ്ങനെ എൻഡ് ചെയ്യുകയാണ്. പിറ്റേ ദിവസം ഒന്നും സംഭവിക്കാത്ത മട്ടിൽ തന്നെ നമ്മളെല്ലാവരും യോജിച്ച് വീണ്ടും ഒരു വർഷത്തോളം നമ്മൾ ആ സ്കൂളിൽ ഞാൻ പ്രവർത്തിച്ചിരുന്നു. പിന്നീട് ഞാൻ അവിടുന്ന് നല്ല രീതിയിൽ തന്നെ ഞാൻ അവിടുന്ന് മാറി. പിന്നീട് കാലം അദ്ദേഹത്തിന്, ഞാൻ ഈ പറഞ്ഞ സാറിന് കാലം ഒരുപാട് വലിയ എക്സ്പീരിയൻസസ്, അതായത് ജീവിത അനുഭവങ്ങൾ കൊടുത്തു എന്നുള്ളത് എനിക്ക് അറിയാൻ സാധിച്ചു. മാത്രമല്ല ഞാനത് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോഴെങ്കിലും ഒരുപക്ഷെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവും, നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ നമ്മൾ അതിൽ എത്രമാത്രം സന്തോഷം കണ്ടെത്തുന്നു, അതിൻ്റെ 100 ഇരട്ടി വേദനയും വിഷമവും നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം പിൽക്കാലത്തിൽ മനസ്സിലാക്കി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ജീവിതത്തിൻ്റെ തിരിച്ചടികൾ നേരിട്ടപ്പോൾ ആ സ്കൂളിൽ പല ടീച്ചേഴ്സിനോടും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ചോദിച്ച് മാനസികമായി വ്രണപ്പെടുത്തിയപ്പോൾ പിന്നീട് പിൽക്കാലത്തിൽ അദ്ദേഹത്തിന് അക്കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് അറിവുണ്ടോ എന്ന് പരീക്ഷിക്കുന്നതും ആ വ്യക്തി ഒരു കാര്യത്തിന് എലിജിബിൾ ആണോ, യോഗ്യതയുള്ള ആളാണോ എന്ന് പരിശോധിക്കുന്നതും തമ്മിൽ രണ്ടാണ്. എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും അഭിമുഖീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അല്ലേ? നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ നമുക്ക് ആ സബ്ജക്റ്റിൽ എന്തുമാത്രം പ്രാവീണ്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. അതല്ലാതെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പേഴ്സണലായിട്ട് ഒരിക്കലും ഒരു ഫോൺ ത്രൂ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഇതുപോലുള്ള ഒരു ടീച്ചറിൻ്റെ അറിവിനെ പരീക്ഷിക്കാൻ വേണ്ടി ഫോൺ ചെയ്യുക, അത് നമ്മൾ അറ്റൻഡ് ചെയ്യുക, എന്നാൽ നമ്മൾ വാങ്ങുന്ന സാലറിക്ക് അനുയോജ്യമായ വർക്കുകളല്ല നമ്മൾ ഏതൊരു സ്കൂളിൽ പോയാലും നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. നമ്മൾ നമ്മുടെ 100%, എന്നെ സംബന്ധിച്ച് ഞാൻ വാങ്ങുന്ന സാലറി, ഓഫ് കോഴ്സ് സാലറി തന്നിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പക്ഷേ സാലറി എന്നുള്ളതിലപ്പുറം നമ്മുടെ ജോലിയിൽ നമ്മൾ 100% ഹാർഡ് വർക്കും സിൻസിയറിറ്റിയും അതുപോലെ തന്നെ സത്യസന്ധതയും കീപ്പ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആരോട് എന്ത് പെരുമാറുന്നു അത് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ സന്തോഷത്തോടെ നമ്മൾ ഒരാളെ യാത്ര അയച്ചാൽ നമുക്കും തിരിച്ചു ലഭിക്കുന്ന സന്തോഷം തന്നെ ആയിരിക്കും, ഉറപ്പാണ്. നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ മാത്രമല്ല ആ അധ്യാപകൻ അത്തരത്തിൽ വേദനിപ്പിച്ചിട്ടുള്ളത്, ബാക്കി നിരവധി ആൾക്കാരെ വേദനിപ്പിച്ചത് എൻ്റെ അറിവിലും ഉണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതുമാണ്. അപ്പോൾ ഇന്ന് ഞാൻ നാളെ നീ എന്നാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരാളോട് മോശമായി പെരുമാറിയാൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടും എന്നുള്ള യാഥാർത്ഥ്യം എനിക്ക് എക്സ്പീരിയൻസിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും എനിക്ക് പൂർണ്ണമായ അറിവുണ്ടെന്ന് പറയുന്നില്ല. എന്നെ ഒരാൾ ഒരു ജോലിക്ക് നിയമിക്കുമ്പോൾ അവർക്കത് ചോദിക്കാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ പരിശോധിക്കാനുള്ള പൂർണ്ണ അധികാരം ഉള്ളപ്പോഴും ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിനെ ഹേർട്ട് ചെയ്യാനോ ഉള്ള ഒരു അവകാശം മറ്റാർക്കുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെ ഹേർട്ട് ചെയ്യേണ്ടത് നമ്മൾ മാത്രമാണ്. മറ്റൊരാളിൻ്റെ ഹേർട്ടിങ് നമ്മൾ ഒരിക്കലും എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, മറ്റുള്ളവരോട് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിലുള്ള വാക്കുകൾ മാത്രം ഉപയോഗിക്കുക. കാരണം വാക്കുകൾക്ക് ഭയങ്കരമായ ശക്തിയുണ്ട്, പവർഫുള്ളാണ് ഓരോ വാക്കുകളും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം സംസാരിക്കുന്നതിന് മുന്നേ പല പ്രാവശ്യം നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഒരു ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ നേരത്തെ നമ്മൾ വാക്ക് പറയുന്നതിന് എത്ര ചിന്തിച്ചോ അതിൻ്റെ ഒരു ഇരട്ടി നമ്മൾ പ്രവൃത്തി ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നതാണ് അവൻ്റെ ജീവിത അനുഭവങ്ങളായി വരുന്നത് എന്നുള്ളത് ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചു. എന്നോട് ഇങ്ങനെ ചോദിച്ച അധ്യാപകൻ്റെ
തെറ്റുകളെല്ലാം അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ടങ്ങ് പിന്നെ ക്ഷമിക്കുകയും ചെയ്തു. എനിക്ക് അദ്ദേഹത്തോട് ഒരു വിരോധവും ഇല്ല. പക്ഷേ ഞാനിത് പറഞ്ഞത് ഇതുപോലെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പലതരത്തിലുള്ള അനുഭവങ്ങൾ പലർക്കും നേരിട്ടിട്ടുണ്ടാവാം. അപ്പോൾ അത് നമ്മളൊന്ന് തുറന്ന് പറയുന്നത് കൊണ്ട് നമ്മളൊരു വ്യക്തി ഹത്യയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവരുടെ പേരോ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും നമ്മളിവിടെ പറയുന്നില്ല. നമുക്കുണ്ടായ അനുഭവം മാത്രം നമ്മളിവിടെ പങ്കുവെച്ചുകൊണ്ട് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വെളിച്ചം നമുക്ക് വീശാൻ കഴിയുമെങ്കിൽ അത് തന്നെയാണ് എൻ്റെയും ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും പറഞ്ഞ് ഈ വ്ളോഗ് ഇവിടെ നിർത്തുകയാണ് കേട്ടോ. അടുത്ത വ്ളോഗിലൂടെ കാണാം. ലവ് യു ഓൾ, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്.